എല്ലാവർക്കും ഒരുപോലെ പറയാനാകുന്നത് കരുതലിൻ്റെ ആൾരൂപം ഇല്ലാതായിരിക്കുന്നു എന്നുള്ളതാണ്. സജോ ദേവസിലേക്ക്. സജോ, ഒരു മനുഷ്യസ്നേഹിയെ ലോകത്തിന് നഷ്ടപ്പെടുന്നു. കത്തോലിക്ക സഭയുടെ നഷ്ടം മാത്രമായിട്ട് കാണാൻ പറ്റില്ല. ഒരു മനുഷ്യസ്നേഹിയെ പരിവർത്തനത്തിൻ്റെ പാത തുറന്നിട്ട ഒരു മാർപ്പാപ്പയാണ് ഇല്ലാതായിരിക്കുന്നത്. ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് ഒരു തുടർച്ചയുണ്ടാകുമോ എന്നാണ് ലോകം ഉറ്റുനോക്കുകയും ചെയ്യുന്നത്. എങ്ങനെയൊക്കെയാണ് അദ്ദേഹം വ്യത്യസ്തനായിരുന്നത്? ഈ ഘട്ടത്തിൽ എന്തൊക്കെയാണ് നമ്മളുടെ ഓർമ്മയിലേക്ക് കടന്നു വരുന്നത്? സ്മൃതി, എന്തുകൊണ്ടാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വിയോഗം നികത്താനാകാത്ത വിടവാകുന്നത് എന്നത് അദ്ദേഹം ആശുപത്രിയിൽ കഴിഞ്ഞു, അതിനുശേഷം തിരികെ എത്തി. അതിനുശേഷമുള്ള കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഏറ്റവും ഒടുവിൽ അദ്ദേഹം സ്വീകരിച്ച നിലപാട് ഗസയിൽ വെടിനിർത്തൽ അദ്ദേഹം ആഗ്രഹിച്ചു, ആഹ്വാനം ചെയ്തു. അതിനും ശേഷം സംഭവിച്ച കാര്യം US വൈസ് പ്രസിഡന്റ് വത്തിക്കാനിലെത്തി. ആ ഘട്ടത്തിൽ പുതിയ പരിഷ്കാരങ്ങളെ വിമർശിക്കുകയാണ് അദ്ദേഹം ചെയ്തത്, അല്ലെങ്കിൽ കുറ്റപ്പെടുത്തുകയാണ്, അതിലെ വിമർശനങ്ങൾ ചൂണ്ടിക്കാണിക്കുകയാണ് ചെയ്തത്. അതായത് ട്രംപിനെതിരായ വിമർശനങ്ങൾ, പരിഷ്കാരങ്ങളിലെ വിമർശനങ്ങൾ ചൂണ്ടിക്കാണിക്കുകയാണ്. അതായത് കത്തോലിക്ക സഭയുടെ, അമേരിക്കയിലെ കത്തോലിക്ക സഭയ്ക്ക് അദ്ദേഹം ഒടുവിലയച്ച കത്തിൽ പോലും കുടിയേറ്റക്കാരെ, അഭയാർത്ഥികളെയൊക്കെ ചേർത്ത് പിടിക്കേണ്ടതിന്റെ ആവശ്യകതയെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അങ്ങനെ യാഥാസ്ഥിതിക വഴിയിൽ നിന്ന്, അല്ലെങ്കിൽ പതിവ് വഴിയിൽ നിന്ന് വ്യത്യസ്തനായി നടന്ന ആളാണ് ആഗോള കത്തോലിക്ക സഭയെ കാൽനൂറ്റാണ്ട് കാലം നയിച്ച ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയ്ക്കും അതിനുശേഷം കുറെ കൂടി കർക്കശമായ യാഥാസ്ഥിതിക നിലപാടുകൾ സ്വീകരിച്ച ബെനഡിക്ട് 16 മാർപ്പാപ്പയ്ക്കും ശേഷം ഫ്രാൻസിസ് മാർപ്പാപ്പ അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസിന്റെ പേര് സ്വീകരിച്ച് അർജന്റീനയിലെ ബ്യൂണസ് ഐറിസിൽ നിന്ന് ആഗോള കത്തോലിക്ക സഭയുടെ തലപ്പത്തേക്ക് നടന്നു വന്നത് വ്യത്യസ്തമായ, തികച്ചും യാഥാസ്ഥിതിക വിരുദ്ധമായ സമീപനങ്ങൾ സ്വീകരിച്ചുകൊണ്ടാണ്. അത് വിപ്ലവകരമായ പ്രതികരണങ്ങൾ, നിലപാടുകൾ എന്നത് കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷ പദവിയിൽ 266 പത്രോസിന്റെ പിൻഗാമിയായി വന്നപ്പോൾ ലോകം ആ നിലപാടുകൾ വലിയ അത്ഭുതത്തോടെ കൂടിയാണ് നോക്കിക്കണ്ടത് എന്നതാണ് ഇതിൽ കാണേണ്ട കാര്യം. ലൈംഗിക ന്യൂനപക്ഷങ്ങളുടെ കാര്യത്തിൽ സഭ അവരെ ചേർത്ത് പിടിക്കണമെന്ന് പറയുമ്പോൾ ഒരു മാർപ്പാപ്പ അതിനെ കുറെ കൂടി അടുത്തു നിന്ന് കുറെ കൂടി ആർദ്രതയോടെ, കരുണയോടെ നോക്കിക്കാണും എന്ന് പഴയ കാലത്ത് പ്രതീക്ഷിക്കാൻ കഴിയില്ലായിരുന്നു. അതിൽ അദ്ദേഹം വിപ്ലവകരമായ നിലപാട് സ്വീകരിച്ചു. ലൈംഗിക ന്യൂനപക്ഷങ്ങളുടെ ആകെ കാര്യത്തിൽ അവരെ ചേർത്ത് പിടിക്കണമെന്ന നിലപാട് സ്വീകരിച്ചു. ആഗോള തലത്തിലുള്ള എല്ലാ വിഷയങ്ങളിലും, രാഷ്ട്രീയ വിഷയങ്ങളിലും സാമൂഹിക വിഷയങ്ങളിലും, മനുഷ്യരുടെ ജീവിതഗന്ധിയായ എല്ലാ പ്രശ്നങ്ങളിലും അദ്ദേഹം ദരിദ്രരുടെ, അടിച്ചമർത്തപ്പെട്ടവരുടെ, സ്വാതന്ത്ര്യ വാഞ്ച വേണ്ടി മോഹിക്കുന്നവരുടെ ഒക്കെ പക്ഷത്ത് സംശയലേശമന്യെ ചേർന്നു നിന്നു എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അദ്ദേഹം സഞ്ചരിച്ച വഴി, അതായത് വളരെ ചുരുങ്ങിയ കാലം മാത്രമാണ് അദ്ദേഹം സഭയെ നയിച്ചത്. 2013 മുതൽ ചേർത്ത് വെച്ചാൽ ഒരു 12 വർഷം, ഒരു പതിറ്റാണ്ട് കാലമേ അദ്ദേഹത്തിന്റെ ഈ പദവിയിൽ അദ്ദേഹം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ആ ചുരുങ്ങിയ കാലയളവ് മതി കത്തോലിക്ക സഭയെ പുതിയൊരു പാതയിലൂടെ, അതായത് യാഥാസ്ഥിതികരുടെയൊക്കെ നിലപാടുകളുണ്ട്, അതിനെയൊക്കെ ഒരു പരിധിവരെ അദ്ദേഹം മറികടക്കും വിധമുള്ള നിലപാടുകൾ സ്വീകരിച്ചു. അതിൽ ഏതെങ്കിലും നിലയ്ക്കുള്ള സംശയം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല എന്നതാണ്. അങ്ങനെ അഭയാർത്ഥികളുടെ കാര്യത്തിൽ, ലോകത്തെ യുദ്ധ വിഷയങ്ങളിലൊക്കെ അദ്ദേഹം സ്വീകരിച്ചത് ഈ സമാധാനത്തിന്റെയും സഹവർത്തിത്വത്തിന്റെയും ദരിദ്രരുടെയും, അങ്ങനെ ഇത്തരത്തിൽ പലതരത്തിലുള്ള വേട്ടയാടുകൾ നേരിടുന്ന മനുഷ്യർക്ക് വേണ്ടി ആഗോളതലത്തിൽ അദ്ദേഹം നിലപാടെടുത്തു. ഉറപ്പായും വത്തിക്കാൻ ഒരു രാഷ്ട്രമാണ്, രാഷ്ട്രത്തിന് തലവനാണ്. അതുകൂടാതെ ആഗോള കത്തോലിക്ക സഭ എന്നത് 130 കോടി ജനങ്ങളുടെ അധ്യക്ഷ പദവിയാണ്. അങ്ങനെ വരുമ്പോൾ ആഗോള രാഷ്ട്രീയത്തിൽ കത്തോലിക്ക സഭ എടുക്കുന്ന നിലപാടുകൾക്ക് രാഷ്ട്രീയമായി പ്രസക്തി ഉണ്ട് എന്നത് പ്രധാനപ്പെട്ടതാണ്. അങ്ങനെ ഒരു പദവിയിൽ ഇരുന്നു കൊണ്ട് പതിവിൽ നിന്നെല്ലാം വ്യത്യസ്തമായി, അല്ലെങ്കിൽ കഴിഞ്ഞ നൂറ്റാണ്ടിൽ കത്തോലിക്ക സഭ സ്വീകരിക്കാത്ത നിലപാടുകളിലൂടെ സഞ്ചരിച്ചെന്ന് മാത്രമല്ല, രണ്ടാം വത്തിക്കാൻ കൗൺസിൽ മുതൽ കത്തോലിക്ക സഭയുടെ, അതായത് അധികാര പദവിയിലും സഭയുടെ നിലപാടുകളിലുമൊക്കെ പുതിയ റൂട്ടിലൂടെ പോകുമ്പോൾ അതിന്റെ ചാലകശക്തിയാകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നതാണ് ഒരു പ്രത്യേകതയായി നമ്മൾ അദ്ദേഹത്തിൽ കാണേണ്ടത്. അതാണ് ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതിനുശേഷം ചികിത്സ കഴിഞ്ഞ് അദ്ദേഹം തിരികെ എത്തി. പിന്നീട് അദ്ദേഹത്തോട് ഈ വലിയ വാര തിരുക്കർമ്മങ്ങളിലൊന്നും കാര്യമായി അദ്ദേഹം പങ്കുവഹിച്ചിരുന്നില്ല. പിന്നീട് സമാപന ആശീർവാദവും സന്ദേശവും മറ്റും നൽകുന്ന ചെറിയ കർമ്മങ്ങളിൽ മാത്രമാണ് അദ്ദേഹം പങ്കാളിയായത്. ആ ഘട്ടത്തിലും അദ്ദേഹം സുവിശേഷ വ്യാഖ്യാനത്തെ യഥാർത്ഥത്തിൽ മനുഷ്യരുടെ ഇന്നത്തെ ലോകക്രമത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിഷയങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള സന്ദേശമാണ് അദ്ദേഹം നൽകിയത് എന്നതാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ എക്കാലത്തെയും വലിയ പ്രത്യേകത. അദ്ദേഹം